ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ കൂടുതലായിട്ട് നമ്മളിപ്പം അഡ്വർടൈസ്മെൻറ്റും പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ കാണുന്ന ഒരു കാര്യമാണ് PRP അഥവാ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഈ PRP തെറാപ്പി? പലപ്പോഴും ആളുകളെല്ലാം PRP തെറാപ്പി ഇതിൻ്റെ ഒരു റീജനറേറ്റീവ് തെറാപ്പിയാണ്, അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ടിഷ്യൂവിനെ റീജനറേറ്റ് ചെയ്യും തുടങ്ങിയ ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ നിലവിൽ. എത്രമാത്രം ഇതിൽ സത്യമുണ്ട്, എത്രമാത്രം മിഥ്യയുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ ജോയിൻ്റ് അസുഖങ്ങൾക്കും PRP ഒരു സൊല്യൂഷനാണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്ലേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു കണികകളാണ്. ഈ കണികകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കും. അതാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ ശരിക്കുള്ള ഫംഗ്ഷൻ. അതായത് മുറിവ് വന്നു, മുറിവിൽ ബ്ലഡ് വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അത് ക്ലോട്ട് ചെയ്ത് അവിടെ ഒരു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മോളിക്യൂൾസിൽ ഒരെണ്ണമാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് ചെയ്യുന്നത് ബ്ലഡ് ക്ലോട്ടാണ് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. പക്ഷേ കഴിഞ്ഞ 30-40 കൊല്ലം 1990 തൊട്ടാണ് നമുക്ക് മനസ്സിലായത് പ്ലേറ്റ്ലെറ്റ് വേറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അതായത് പ്ലേറ്റ്ലെറ്റ്സിൽ ഗ്രോത്ത് ഫാക്ടേഴ്സിന് നമ്മുടെ ടിഷ്യൂവിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ശേഷിയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മുടെ ടിഷ്യൂ ഹീലിംഗ്, അതായത് നമ്മുടെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും കോശങ്ങളെ ഉണങ്ങാനും സഹായിക്കുമെന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് ഈ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. PRP എന്ന്, പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ. അപ്പോൾ നമ്മുടെ പ്ലാസ്മ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള ഒരു പോർഷനാണ് പ്ലാസ്മ. അപ്പോൾ അതിനെ പ്ലാസ്മ എടുത്തത്, പ്ലാസ്മ ലിക്വിഡാണ്, അതിനകത്ത് ഈ പ്ലേറ്റ്ലെറ്റിനെ എൻറിച്ച് ചെയ്യുന്നു 5 to 10 ടൈംസ്. സാധാരണ ബ്ലഡിലുള്ളതിനേക്കാളും 5 മുതൽ 10 ഇരട്ടി കോൺസെൻട്രേഷനിൽ പ്ലേറ്റ്ലെറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് ടിഷ്യൂ ഹീലിങ്ങിനെ, അതായത് നമ്മുടെ ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയെങ്കിൽ അത് അവയവത്തിനെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ PRPയുടെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അത് ഒരു 10-30 കൊല്ലമായിട്ട് അറിയാം. ആദ്യമായിട്ട് പലപ്പോഴും വൂണ്ട് ഹീലിംഗ്, അതായത് മുറിവുകളുണ്ടെങ്കിൽ, ഉണങ്ങാത്ത മുറിവുകളുണ്ടെങ്കിൽ അവിടെയാണ് PRPയും PRF ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഹെയർ ട്രാൻസ്പ്ലാന്റിലും ഹെയറിൻ്റെ അവിടെ യൂസ് ചെയ്ത് തുടങ്ങി. ഹെയർ ഗ്രോത്തിനൊക്കെ പലരും യൂസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കൊക്കെ ഉണ്ടാകുന്ന ട്രോമയിൽ PRP യൂസ് ചെയ്യാമെന്ന് ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. എല്ലാത്തിനെയും പോലെ PRPയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഹൈപ്പ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടുണ്ട്. എല്ലാ വേദനകൾക്കുമുള്ള പരിഹാരം PRP ആണ് എന്നൊരു തോന്നൽ പലരും പറയാറുണ്ട്. അത് തെറ്റായ ധാരണയാണ്. PRP വളരെ കെയർഫുള്ളായിട്ട് വേണ്ട സ്ഥലത്ത് വേണ്ട ഡോസിൽ വേണ്ട അളവിൽ കൊടുത്താൽ മാത്രമേ PRP വർക്ക് ചെയ്യത്തുള്ളൂ. അത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഈ PRPയുടെ ആപ്ലിക്കേഷൻ? ഏറ്റവും കൂടുതലായിട്ട് PRP ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഓസ്റ്റിയോ ആർട്രൈറ്റിസ്, മുട്ടു തേയ്മാനത്തിനാണ്. ഈ മുട്ടു തേയ്മാനത്തിന് ഈ PRPയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് PRP പ്രിപ്പയർ ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്ലേറ്ററ്റിൻ്റെ അതിൽ പ്ലേറ്ററ്റ് അടങ്ങിയിരിക്കുന്നു, എത്രമാത്രം സ്പിൻ ചെയ്യുന്നു, അത് നമ്മൾ കേരളം തന്നെ ഒരു വർഷത്തോളം എടുത്തിട്ടാണ് അത് ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുന്നത്. ഇപ്പോഴും നമ്മളതിൻ്റെ കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്തൊരു വെർഷൻ ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PRP ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്ര പ്ലേറ്ററ്റ് അതിലുണ്ട്, എത്രമാത്രം കോൺസെൻട്രേഷൻ വന്നു എന്നൊക്കെ നോക്കിയ ശേഷം മാത്രമേ ഈ PRP എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയാൻ സാധിക്കൂ. അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് റൈറ്റ് പേഷ്യൻ്റ് സെലക്ഷനാണ്. പലപ്പോഴും ഒരാൾക്കൊരു വേദനയുണ്ടെങ്കിൽ അതിലൊരു 95% വേദനകൾ നമുക്ക് എക്സസൈസും ചെറിയ മരുന്നുകൾ കൊണ്ടും ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്കറിയാം സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ 100 കണക്കിന് കാര്യം കൊണ്ടുണ്ടാകാം, നമുക്ക് 150ഓളം കാര്യങ്ങളുണ്ടാകാം. എല്ലാത്തിനും ഒറ്റമൂലിയാണോ PRP? ഒരിക്കലുമല്ല. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് PRP ചെയ്താൽ വർക്ക് ചെയ്യത്തേയില്ല. ഓസ്റ്റിയോ ആർട്രൈറ്റിസിലാണ് ഏറ്റവും കുറച്ചെങ്കിലും ഓസ്റ്റിയോ ആർട്രൈറ്റിസ് സന്ധികൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അസുഖം. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്ധികളിൽ തേയ്മാനം ഉണ്ടാകുന്ന, കാർട്ടിലേജിന് തേയ്മാനം ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർട്രൈറ്റിസിലാണ് നമ്മുടെ ഈ ആർത്രൈറ്റിസ് സന്ധികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ PRPക്ക് റോളുള്ളത്. പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് PRP പ്രിപ്പയർ ചെയ്യുന്ന വിധം പലതരത്തിലുണ്ട്. അത് പലപ്പോഴും ഓരോ സെൻറ്ററിൽ ഓരോ തരത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലർ PRP ചെയ്യുമ്പോൾ ഒട്ടും എഫക്റ്റീവ് അല്ല, ചിലർ ചിത്രത്തിൽ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആണ്. അങ്ങനെ ചെയ്ത് നമ്മുടെ കേരളം നമ്മുടെ പ്രോട്ടോക്കോൾ കുറച്ചുകൂടി കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി റിവൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒന്നാമത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ജോയിൻറ്റ് ഡിസീസിനുമുള്ള ഒറ്റമൂലി ഒരിക്കലുമല്ല PRP തെറാപ്പി സെലക്റ്റീവായിട്ട്, അതായത് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 ഓസ്റ്റിയോ ആർട്രൈറ്റിസ് ഉള്ളവരിലാണ്. 2nd or 3rd സ്റ്റേജിലുള്ളവർക്ക് PRP ചെയ്ത് കഴിഞ്ഞാൽ അത് 2 മുതൽ 3 ഡോസ് കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 മുതൽ 70% പേർക്ക് വരെ വേദന കുറയും. 70 കുറച്ച് ചിലപ്പോൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 80-85% വരെ വേദന കുറയും. അപ്പോൾ ആർക്ക് കൊടുക്കണം? ഗ്രേഡ് 2, 3 ഓസ്റ്റിയോ ആർട്രൈറ്റിസ് ഉള്ളവർക്കാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. എത്ര ശതമാനത്തിന് കുറയും? 80% കുറയും. അല്ലാതെ PRP എടുത്തു എൻ്റെ കംപ്ലീറ്റ് രോഗം മാറിയെന്ന് പറയുന്ന, എല്ലാവരുടെയും രോഗം മാറുമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ധാരണയല്ല. അത് കറക്റ്റായിട്ടുള്ളവർക്ക് കറക്റ്റ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 80-85% പേർക്ക് വരെ മാത്രമേ മാറത്തുള്ളൂ. 10-20% ആളുകൾക്ക് മാറില്ല.
അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഈ PRPയുടെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എടുക്കും, ബ്ലഡ് എടുത്ത് അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് കറക്റ്റ് കോൺസെൻട്രേഷൻ ഒക്കെ നോക്കി ഒരു 1 to 1.5 hours പ്രൊസീജിയറാണത്. ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂറിൽ PRP പ്രിപ്പയർ ചെയ്ത് അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് അവിടെ നീഡിൽ ജോയിൻറ്റിൽ പ്ലേസ് ചെയ്തിട്ടാണ് PRP കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 75 to 80% ആൾക്കാർക്ക് പലപ്പോഴും മുട്ടിന് വേദന കുറയുന്നതായിട്ടാണ് നമ്മുടെ തന്നെ ഡേറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചോദ്യം, മരുന്ന് കഴിക്കുന്നതാണോ PRP ചെയ്യുന്നതാണോ സേഫ്? എപ്പോഴും നോൺ ഇൻ്റർവെൻഷൻ, അതായത് നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പോൾ ജോയിൻറ്റിൽ കുത്തുമ്പോൾ PRP സേഫാണ്, പക്ഷേ ദർ ഇസ് എ സ്മോൾ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഒരു ലെസ് ദാൻ 1% ആയിരിക്കാം, 1000 ഒരാൾക്കായിരിക്കാം, പക്ഷേ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലോട്ട് പോകും. അപ്പോൾ PRP കൊടുക്കുന്നതിന് മുമ്പ് അതിനുവേണ്ട പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും കഴിയുന്നതും നോൺ ഇൻ്റർവെൻഷൻ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ച് ചെറിയ രീതിയിലുള്ള വിറ്റമിൻസ് ഒക്കെ കഴിച്ച് മുട്ടിൻ്റെ കാർട്ടിലേജിനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഇഞ്ചെക്ട് ചെയ്യുന്നതിനേക്കാൾ ഇൻ്റർവെൻഷൻ പ്രൊസീജിയറിനേക്കാളും നല്ലത്. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേരളം ചെയ്യുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം എക്സസൈസ് റെജിമെൻസും ചെറിയ രീതിയിലുള്ള ഈ കാർട്ടിലേജിന് സപ്ലിമെൻസോ നീര് കുറയാനുള്ള ഗുളിക കൊടുത്ത് അവരെ ഒന്ന് എക്സസൈസ് റെജിമിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 75 to 80% ആൾക്കാർക്ക് PRP ഒന്നും വേണ്ടി വരാറില്ല. അവർക്ക് അതില്ലാതെ തന്നെ ഒന്ന് PRPക്ക് ചിലവുണ്ട്, പിന്നെ നമ്മുടെ ഈ മരുന്നുകളെക്കാളും ചിലവ് PRP കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൂടി നോക്കുമ്പോൾ യൂഷ്വലി വലിയ പ്രശ്നമുണ്ടാകാതെ ഒരു 80% ആൾക്കാർക്ക് വേദന കുറയും. അങ്ങനെ കുറയാത്തവർക്കാണ് പിന്നെ നമ്മൾ PRP ചികിത്സയെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ച് മുട്ടിൻ്റെ ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് ചെറിയ മരുന്നുകൾ കഴിച്ച് കഴിയുമ്പോൾ 80% പേർക്ക് കുറയും. അതിൽ കുറയാത്ത 20% പേർക്ക് പലപ്പോഴും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും കുറയാത്തത്. ചിലർക്ക് ഭയങ്കര വണ്ണമായിരിക്കും, ചിലർക്ക് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിരിക്കും. ബാക്കി വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടോ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് ശേഷം മാത്രമേ ആർക്ക് PRP വേണമെന്ന് നമ്മൾ തീരുമാനിക്കാറുള്ളൂ. രണ്ടാമത്തെ PRPയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വേറെ സ്ഥലങ്ങളിൽ ടെന്നീസ് എൽബോ, നമുക്കിവിടെ മസിൽസിനുണ്ടാകുന്ന നീർക്കെട്ടുകൾ, അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, അങ്ങനെ നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന ഇഞ്ചുറീസിനും ഒക്കെ PRP യൂസ് ചെയ്യാറുണ്ട്. അവിടെയും ഒരു റീസണബിൾ സക്സസ് റേറ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ PRPയുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ PRP എടുത്തു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇൻഫെക്ഷൻ വരാനുള്ള ചെറിയൊരു റിസ്ക് ഉണ്ട്. 2 റീബൗണ്ടായിട്ട് ചെറിയ വേദന കൂടാം, 2-3 ദിവസത്തേക്ക് വേദന കൂടാനുള്ള റിസ്ക്കും ഈ PRP എടുത്താറുണ്ട്. കഴിയുന്നതും PRP എടുക്കുമ്പോൾ കാരണം അത് അവിടെ ചെറിയ PRP ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു നീർക്കെട്ട് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊന്ന് നമ്മൾ സൂക്ഷിക്കണം, കൂടുതൽ എക്സേർട്ട് ചെയ്ത്. കാരണം PRP അവിടെ തന്നെ തങ്ങി നിന്നാലേ നമുക്ക് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാനൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 1-2 ദിവസം കുറച്ച് റെസ്റ്റ് എടുക്കുക, പെയിൻ കില്ലേഴ്സ് കഴിയുന്നതും കഴിക്കാതിരിക്കുക. കാരണം പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ PRPയുടെ എഫക്റ്റ് കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മൾ കേരളത്തിൽ ചാർജ് ചെയ്യുന്ന എനിക്ക് 4,000 രൂപ അടുപ്പിച്ചാണ് PRPയുടെ കോസ്റ്റ് വരുന്നത്. പക്ഷേ പല സ്ഥലങ്ങളും അതിനേക്കാളും കൂടുതൽ റേറ്റ് ചാർജ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതാണ് PRPയെക്കുറിച്ച് പറയാനുള്ളത്.